ഇന്ത്യക്ക് അതിനൂതനമായ ഫ്ലോട്ടിംഗ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് സാങ്കേതിക വിദ്യ ഔദ്യോഗികമായി വാഗ്ദാനം ചെയ്ത് റഷ്യ. ഇരു രാജ്യങ്ങളിലെയും ഉന്നത ആണവ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്ന പ്രഖ്യാപനം നടന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതാണ് പുതിയ തീരുമാനം. ലോകത്ത് ഒരേ ഒരു രാജ്യത്തിന് മാത്രമാണ് ഇപ്പോൾ ഒഴുകുന്ന ആണവ നിലയം പ്രവർത്തിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യ ഉള്ളത്. അത് റഷ്യക്കാണ്. നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ചൈനയ്ക്ക് പോലും റഷ്യ ഈ സാങ്കേതിക വിദ്യ നൽകിയിട്ടില്ല. ആണവോർജ കമ്മീഷൻ ചെയർമാൻ അജിത് കുമാർ മൊഹന്തിയും റൊസാറ്റം ഡയറക്ടർ ജനറൽ അലക്സി ലിഖാചേവും റഷ്യയിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള ആണവ കമ്പനിയായ റൊസാറ്റം പുറത്തിറക്കിയ പത്രക്കുറിപ്പിലാണ് ഒഴുകുന്ന ആണവ നിലയം ഇന്ത്യക്ക് നൽകാനുള്ള തീരുമാനം വ്യക്തമാക്കിയത്. റഷ്യയുടെ ഇപ്പോഴത്തെ നീക്കം മാറിക്കൊണ്ടിരിക്കുന്ന ഭൗമ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്രാധാന്യം അടിവരയിടുന്നതാണ്. യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയുമായി ഉടക്കി നിൽക്കുമ്പോഴും നമ്മുടെ താല്പര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഭാരതം. ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ഊർജ്ജ ആവശ്യങ്ങൾക്ക് നിറവേറാൻ വലിയ തോതിലുള്ള ഊർജ്ജം തന്നെ വേണ്ടിവരും. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നതാണ് ഇന്ത്യയുടെ താല്പര്യം. ഫ്ലോട്ടിംഗ് ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ അഥവാ ഒഴുകുന്ന ആണവ നിലയങ്ങൾ എന്നാൽ ചെറിയ ആണവ റിയാക്ടറുകൾ ഉൾക്കൊള്ളുന്ന കടലിലുള്ള പ്ലാറ്റ്ഫോമുകളാണ്. തീരത്ത് നിന്ന് തന്ത്രപരമായ അകലത്തിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നതെങ്കിലും അവയെ കടൽ തീരത്തെ പവർ ഗ്രിഡുമായി ബന്ധിപ്പിക്കാൻ കഴിയും. ഏത് പ്രതികൂല സാഹചര്യത്തെയും നേരിടാൻ കഴിയുന്ന രീതിയിലാണ് ഈ സംവിധാനം നിർമ്മിച്ചിരിക്കുന്നത്. അടിയന്തര ഊർജ്ജ ആവശ്യങ്ങൾ വരികയാണെങ്കിൽ ഇത്തരം മേഖലയിലേക്ക് പോയി ഊർജ്ജ വിതരണം നടത്താൻ കഴിയും എന്നതാണ് ഫ്ലോട്ടിംഗ് ന്യൂക്ലിയർ പവർ പ്ലാന്റിന് ഇത്രയും പ്രാധാന്യമുള്ളതാക്കുന്നത്. തീരദേശ മേഖലകളിലും വിദൂര പ്രദേശങ്ങളിലും അത്യാവശ്യ സാഹചര്യത്തിൽ ഊർജ്ജ വിതരണത്തിന് സഹായിക്കുന്നവയാണ് ഫ്ലോട്ടിംഗ് ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ. ലോകത്തിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് അക്കാഡമിക് ലൊമോനോസ്കോവ് 2019 മുതൽ ആർട്ടിക്കിലെ ചുക്കോട്ക മേഖലയിലാണ് ഉള്ളത്. ഊർജ്ജ വെല്ലുവിളികളും അവസരങ്ങളും വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ റഷ്യയിൽ നിന്നുള്ള ഈ വാഗ്ദാനം ഇന്ത്യക്ക് ഏറെ ഫലപ്രദമാകും. ഇതുകൂടാതെ റഷ്യ രൂപകൽപ്പന ചെയ്ത കര അടിസ്ഥാനമാക്കിയുള്ള ആണവ വൈദ്യുതി യൂണിറ്റുകളുടെ ഒരു ശൃംഖല തന്നെ ഇന്ത്യയിൽ സ്ഥാപിക്കാമെന്ന നിർദ്ദേശവും റഷ്യ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കൂടാതെ തമിഴ്നാട്ടിലെ കൂടംകുളം ആണവ നിലയത്തിന്റെ തുടർ പ്രവർത്തനങ്ങളും ഇന്ത്യയും റഷ്യയും യോജിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. ഇന്ത്യയുടെയും റഷ്യയുടെയും ഈ നീക്കത്തിന് തന്ത്രപരവും ഭൗമരാഷ്ട്രീയപരവുമായ വലിയ പ്രാധാന്യമാണ് വിലയിരുത്തപ്പെടുന്നത്. റഷ്യയുമായി ഊർജ്ജ സഹകരണം ചെയ്യപ്പെടുന്നതോടെ മറ്റ് പല മേഖലകളിലേക്കും ഇന്ത്യ റഷ്യ സഹകരണത്തിനുള്ള സാധ്യതകളാണ് തുറക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.